ഹായ് കൂട്ടുകാരെ, കട്ടൻ വിത്ത് കുട്ടനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ കടയിലുള്ള കാഴ്ചകളും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കർച്ചോഫി. അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇതിനായിട്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ കാണുന്നതാണ് കട, ഫ്രൂട്ട്സ് കട. അപ്പോൾ ഒത്തിരി തിരക്കാണ്. അപ്പോൾ ഞാൻ പോവുകയാണ് ഫ്രൂട്ട്സ് വാങ്ങാൻ. പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഇവർക്ക് അവിടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് അവർ വഴക്ക് പറയും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോവാം. ചാ കുഞ്ചോ ഇങ്ങനെ ക്രോസ് ചെയ്ത് വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫ്രൂട്ട്സ് കട. ഒത്തിരി തിരക്കാണ് ഫ്രൂട്ട്സ് കട. ശനിയാഴ്ച കൊണ്ട് ഒത്തിരി തിരക്ക്. ഞാനിതൊക്കെ വാങ്ങാനാണ് വന്നത്. വീട്ടു കൊട്ടക്ക. Ehi, mi pigliata. Io. A me no, mi pigliata la frutta. Frutta. Dove la mandi? Dove la mandi? Lì. Brava. E tu che ti guardo, senza pomone. Vieni qui. Ecco, ma tu pomone no, e perché la c'è la gente che fuma? E tu che ti da saluci? Tu che ti? Sono da si sa. E ti chiama già poco qui. ഈ സാധനമാണ് കേട്ടോ, കർച്ചോഫി എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് തക്കാളി പ്രധാനമുണ്ട്. ഹായ് ഗൈസ്, ഇതിൻ്റെ പേരാണ് കർച്ചോഫി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കൊണ്ടാണ് കേട്ടോ. ഇത് നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊരു പൂവാണ് കേട്ടോ, കർച്ചോഫി എന്നാണ് പറയുന്നത്. നമുക്ക് എന്നും ഇതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. നമുക്കിത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇത് കുറച്ച് ഇലകളൊക്കെ കളയണം. ഇതിൻ്റെ പൂവിൻ്റെ കുറച്ച് ഇത് ഇത്രയും വെട്ടിയെടുക്കുക. പിന്നെ ഇത് കുറച്ച് കളയണം. എന്നുവെച്ചാൽ ഇത് നമ്മൾ വേവിച്ച് കഴിക്കാനാണ് കേട്ടോ. വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ച് കഴിക്കാൻ. അപ്പോൾ ഇതിന് ഈ പൂവിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഈ ഇലകൾ കളയണം. എല്ലാം ഇതിൻ്റെ ഇതാണ്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ എടുക്കണം. നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ സ്മൂത്തായ ഇതുണ്ടല്ലോ ഇല, അതൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അടർത്തി ഇങ്ങനെ എടുക്കുകയും ചെയ്യണം. ഇങ്ങനെ അടർത്തി ഉണ്ടാക്കി ഇതുപോലെ അടർത്തി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിൻ്റെ പൂക്കളുണ്ട്, അതും നമ്മൾ എടുത്ത് കളയണം. അതിൻ്റെ ആവശ്യമില്ല, അത് പൂവായിട്ടുള്ള അതൊക്കെ എടുത്ത് കളയണം. ഇതിൻ്റെ അകത്തൊരു എടുക്കാം. കൈ പിന്നെ ഇടാമ്പോൾ ഇറക്കിയിരിക്കും. പൂവെന്ന് സാധനം എടുത്ത് 4 പോലെ കാണും. അതേപോലെ തന്നെയാണ് ഈ 3 4 അതേപോലെ വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൽ വേറെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് ഇത് നമ്മുടെ വെള്ളത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം കട്ടിയുള്ള ഇതെടുക്കണം. ഓക്കെ, കണ്ടോ? ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഈ തണ്ട് വൃത്തിയാക്കി എടുക്കണം കേട്ടോ.
ഇത്രയും നമ്മൾ വെള്ളത്തിൽ വയ്ക്കുമ്പോഴൊന്നും നേരെ നിൽക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തണ്ട് കുറച്ച് പറ്റ വെച്ച് എന്നിട്ട് ശകലം വെള്ളം വെച്ചാൽ ഇത് വേവിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യണം. ഇത്രയും ഇങ്ങനെയാക്കി എടുക്കണം. ഇതിൻ്റെ അകത്ത് എന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചൊക്കെ ഫില്ല് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമേ ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ മടിച്ച് ചെയ്യുന്നില്ല. ഈ 3 കൂടെ ഞാൻ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിൽ കൂടെ ചേർക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ഇറച്ചിയും പിന്നെ ചീസും ഒരു മുട്ടയും എടുത്ത് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഇത് ചൂടുവെള്ളം തിളച്ച് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് വേവിക്കണം കേട്ടോ. ചീസൊക്കെ ഇട്ടു. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്യും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. ഇത് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അതെ, ഞാൻ ഇതിലെല്ലാം ഫില്ല് ചെയ്തു. ഇറച്ചി, മുട്ട, ചീസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്പം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തിളപ്പിച്ചതിന് ശേഷം കർച്ചോഫി ഇതിൽ പറക്കി സെറ്റ് ചെയ്യാം. അങ്ങനെ കർച്ചോഫി പറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. അടിപൊളി ഡിഷാണ് കേട്ടോ. ചൊഫി വേവുന്ന കുറച്ച് സമയം നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം കേട്ടോ. ഇതായിരിക്കും റെഡി. എൻ്റെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഇത് വെയിലുള്ളതുകൊണ്ട് അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയല്ലായിരുന്നു. ഒത്തിരി മഞ്ഞ് മൂടി കിടന്നു. ഇന്നൊത്തിരി വെയിലുണ്ട്. അപ്പോൾ അപ്പുറത്തൊക്കെ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ്. കർച്ചോഫി റെഡി ആയിട്ടുണ്ട്. കർച്ചോഫി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ കർച്ചോഫിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കാം. പിടിച്ച് വെട്ടുമെന്ന് അറിയാം.
ഇതിനെ കഴിക്കണം. ഇതിന്റെ വേരുണ്ട്, വേര് നമ്മൾ കളയണം. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കർച്ചോഫി ഇഷ്ടപ്പെട്ടോ? കർച്ചോഫി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബായ്.